എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ആഗോളതാപനം എന്നതിനെക്കുറിച്ചാണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പറയേണ്ട ഒരു നല്ലൊരു വിഷയം തന്നെയാണ് ഇത്. കാരണം ഇതിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളത് അനുഭവിക്കുന്നുമുണ്ടല്ലോ. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഇപ്പോൾ എപ്പോഴാണ് ചൂട് വരുന്നതെന്നോ എപ്പോഴാണ് മഴ പെയ്യുന്നതെന്നോ നമുക്കറിയാൻ കഴിയുന്നില്ല. അപ്പോഴാണ് ആഗോളതാപനത്തിൻ്റെ പ്രശസ്തി നമ്മൾ അറിയേണ്ടിയിരിക്കുന്നത്. നമ്മൾ മനുഷ്യർ ചെയ്ത തെറ്റുകൾ കൊണ്ട് തന്നെയാണ് ഇതിപ്പോൾ വളരെയധികം വർദ്ധിക്കാനും കാരണമെന്ന് പറയുന്നത്. ആദ്യം തന്നെ ആഗോളതാപനം എന്ന് പറയുമ്പോൾ നമ്മുടെ ഭൂമിയിൽ ആവശ്യത്തിന് ചൂട് വേണം. പക്ഷേങ്കിൽ അധികമായാൽ വളരെയധികം പ്രശ്നമാണ്. അപ്പോഴാണ് ആഗോളതാപനത്തിൻ്റെ വലിയൊരു കാര്യം വരുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ വളരെയധികം കൂടുതൽ ചൂട് തന്നെയാണ് നമ്മുടെ ഭൂമിയിൽ ഇപ്പോൾ ഉള്ളത്. ചൂട് നമ്മുടെ ഭൂമിയിൽ നിൽക്കുന്നത് ഉപകാരപ്രദമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അല്ല എങ്കിൽ ഭൂമി തണുത്തുറഞ്ഞ് ഐസും കട്ടയായി പോവുമായിരുന്നു. പക്ഷേങ്കിൽ അതിന് ഒരു പരിധിയുണ്ട് ചൂടിന്. പക്ഷേങ്കിൽ അതും കഴിഞ്ഞ് ഇപ്പോൾ പോയിരിക്കുന്നു എന്നതാണ് വലിയൊരു ആശ്ചര്യം എന്ന് പറയുന്നത്. ഇനിയും നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ വരും തലമുറയാകുമ്പോഴേക്കും നമ്മുടെ ഭൂമി ഒന്നടങ്കം ജ്വലിച്ചിരിക്കുന്ന പോലെ ആയിരിക്കും നമ്മുടെ ചൂടിൻ്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിന് കാരണമെന്ന് പറയുന്നത് നമ്മുടെ അധിക വാഹനങ്ങളുടെ ഉപയോഗം തന്നെയാണ്. ഇപ്പോൾ നമുക്കറിയാം, എല്ലാവരുടെയും വീടുകളിൽ ഓരോന്നല്ല 2 വാഹനങ്ങൾ വീതം വരെ ഉണ്ടായിരിക്കും. പക്ഷേങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് ആവശ്യങ്ങൾക്കല്ല, ആഡംബരത്തിനാണ്. ഞാൻ ഇത്രയും പണക്കാരനാണ്, എൻ്റെ അടുത്ത് ഇത്രയും നല്ല വാഹനങ്ങളും ഇത്രയും അധികം വാഹനങ്ങളും ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ് അവർ ഇപ്പോൾ വാഹനങ്ങൾ മേടിച്ചു കൂട്ടുന്നത്. ഒരു വീട്ടിൽ 1 വാഹനങ്ങളായാൽ കുഴപ്പമില്ല. പക്ഷേ എങ്കിൽ 1, 2, 3, 4 വാഹനങ്ങൾ വരെ ഒരു വീട്ടിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പ്രകൃതിയോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്കതിപ്പോൾ തിരിച്ചടിയായി ലഭിക്കുന്നത്. ഈ ചൂട് കൂടാൻ കാരണം അത് കാരണമാണ് ഇപ്പോൾ ചൂട് കൂടുന്നത്. അതിൻ്റെ കാരണമെന്ന് പറയുമ്പോൾ നമ്മുടെ ഭൂമിയിലേക്ക് ചൂട് വരുന്നത് ഇൻസുലേഷൻ വഴിയാണ്. അഥവാ ചെറിയ രശ്മികൾ വഴിയാണ് നമ്മുടെ ഭൂമിയിലേക്ക് ചൂട് വരുന്നത്. അത് നമ്മുടെ ഭൂമിയിൽ തട്ടി തിരിച്ചു പോകേണ്ട ഒന്നാണ്. അപ്പോൾ അതിന് കാരണം അത് തിരിച്ചു പോകാതിരിക്കാൻ വേണ്ടി അവിടെ കുറെ മാലിന്യങ്ങളും അതോടെ തന്നെ ഇങ്ങനത്തെ ഗ്യാസുകളും ഈ വാഹനങ്ങളിൽ നിന്ന് വരുന്ന ഗ്യാസുകളും ഒക്കെ തടസ്സമാകുമ്പോൾ അതിന് തിരിച്ചു പോകാൻ കഴിയില്ല. അപ്പോൾ അത് നമ്മുടെ ഭൂമിയിൽ തന്നെ കെട്ടിക്കിടക്കും. അങ്ങനെയാണ് നമ്മുടെ ഭൂമിയിൽ അമിത ചൂടായി മാറുന്നത്. അപ്പോൾ ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളുടെ വാഹനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക എന്ന് തന്നെയാണ് ഏറ്റവും വലിയ കാര്യമെന്ന്. നമുക്കറിയാം, ഇപ്പോൾ എല്ലാ വീട്ടിലും ഓരോ വാഹനങ്ങൾ വീതമാണെങ്കിൽ ഇത്രയും അധികം വാഹനങ്ങളിൽ നിന്നുള്ള ഗ്യാസ് കുറയും. അതോടൊപ്പം തന്നെ നമ്മുടെ ആഗോളതാപനവും ഒന്നടങ്കം കുറയും എന്നതാണ്. പിന്നീട് വരുന്നൊരു കാര്യമാണ് വനങ്ങൾ വെട്ടി നശിപ്പിക്കുന്നത്. വനങ്ങൾ വെട്ടി നശിക്കുകയാണെങ്കിലും ആഗോളതാപനം വർദ്ധിക്കും. വനങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇത്രയെങ്കിലും ചൂടുള്ളൂ. ഇല്ല എങ്കിൽ അത് പരിധിയും കഴിഞ്ഞ് പോകുമായിരുന്നു. അപ്പോൾ വനങ്ങൾ വെട്ടി നശിപ്പിക്കാതിരിക്കുക, അത് കുട്ടികൾക്ക് നല്ലവണ്ണം ബോധവൽപ്പിച്ചു കൊടുക്കുക. കാരണം ഇനി വരാനിരിക്കുന്ന തലമുറ അവരുടെ കയ്യിലാണ്. അപ്പോൾ ആഗോളതാപനം കൂടിയാലുള്ള പ്രശ്നങ്ങളും അത് വർദ്ധിച്ചാൽ നമുക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല എന്നും ഒക്കെ അവർക്ക് പറഞ്ഞ് ബോധവൽപ്പിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി.